യാതൊരു ധർമ്മബോധവും ഇല്ലാതെ ആശുപത്രികളിലും വിദ്യാലയങ്ങളിലും വലിയ ബോംബുകളിട്ട് നിരന്തരമായി ഗസയിലും ഫലസ്തീനിലുമൊക്കെ എത്രയെത്ര മക്കളെയാണ്, പിഞ്ചോമനകളെയാണ് കൊന്നുകൊണ്ടിരിക്കുന്നത്. എന്തിൻ്റെ പേരിലാണ് അതൊക്കെ നടക്കുന്നത്? യുദ്ധം എന്നും പറഞ്ഞിട്ട്. ഇതിനെ ന്യായീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമാണ് ലോകരാഷ്ട്രങ്ങൾ നിലകൊള്ളുന്നത്. ലോക രാഷ്ട്രങ്ങളിൽ പലരും, പ്രത്യേകിച്ച് ഈ വലതുപക്ഷ തീവ്രവാദത്തെ മുന്നിൽ കാണുന്നവരെല്ലാം ഇതിനെ ന്യായീകരിക്കുന്നു, ഇതിന് ആയുധങ്ങൾ നൽകുന്നു, ഇതിനുള്ള എല്ലാ സപ്പോർട്ടും നൽകിക്കൊണ്ടിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് ലോകത്ത് വ്യാപിച്ചത് യുദ്ധം കൊണ്ടാണ്. മുമ്പ് ചർച്ച ചെയ്തതാണ്. 1917 ആദ്യമായി റഷ്യൻ വിപ്ലവം നടക്കുന്നത് പോലും കായികമായ യുദ്ധമായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് നമ്മുടെ കേരളത്തിലാണ് ലോകത്ത് ആദ്യമായി ജനാധിപത്യ രീതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം വരുന്നത് പോലും ലോകാടിസ്ഥാനത്തിൽ. ഞാൻ സൂചിപ്പിക്കുന്നത്, യുദ്ധം എന്ന് പറഞ്ഞ് ഇസ്ലാമിക സൊസൈറ്റിയിൽ പലപ്പോഴും ആവശ്യമായി വന്ന ആ ഒരു അനിവാര്യമായി തീർന്ന ആ ഒരു ധീരമായ പോരാട്ടം മുസ്ലിങ്ങളെ മാത്രം ജിഹാദികൾ എന്നും പറഞ്ഞിട്ട് മാനം കെടുത്താൻ വേണ്ടി ഇപ്പോഴും ഉപയോഗിക്കുന്നു. അതിന് എല്ലാവരും നീതിയുടെ കണിക പോലും ഇല്ലാതെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണെന്ന് ലോകാടിസ്ഥാനത്തിൽ തന്നെ നടക്കുന്നത്. ഇസ്ലാം സമം തീവ്രവാദം എന്ന് പറയണം. എന്തിന്? ഇസ്ലാമിലേക്ക് സമൂഹം വരുന്നതിനെ എങ്ങനെയെങ്കിലും പ്രതിരോധിക്കണം. ഇസ്ലാമിലേക്ക് സമൂഹം കടന്നു വന്നാൽ എന്താ വിഷയം? ഇന്ന് ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ക്യാപിറ്റലിസ്റ്റുകളുടെ ധനാഗമന മാർഗങ്ങൾക്ക് വലിയ ശോഷണം സംഭവിക്കും. അവിടെ പലിശ വ്യാപാരം ഇല്ലാണ്ടാകും. അവരുടെ വൃത്തികേടുകളുടെ പ്രചാരണങ്ങൾ ഇല്ലാതെയാകും. പൂഴ്ത്തിവെപ്പും വഞ്ചനയും ഇല്ലാതെയാകും. മനുഷ്യരെ പരസ്പരം തല്ലിച്ച് ആയുധക്കച്ചവടം നടത്തി പണം സ്വരൂകൂട്ടുന്നതില്ലാതെയാകും. അതുകൊണ്ട് ഇസ്ലാം ലോകാടിസ്ഥാനത്തിൽ ഇനിയും പ്രചരിച്ചുകൂടാ. അതിനെതിരെ മതം സമം, ഇസ്ലാം സമം തീവ്രവാദം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം.